എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പം അതുപോലെ ഞാൻ വിചാരിച്ചു നമ്മുടെ സാറ്റർഡേ വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ. ഡേ ഇൻ മൈ ലൈഫ് പുറത്തു പോവോ ഇല്ലോ എന്നൊന്നും ഇതുവരെ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. കാരണം ഇന്ന് ശനിയാഴ്ചയായിട്ടും ശ്രീഹരിക്കുന്നു വർക്ക് ചെയ്യണം 10 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കിനും. അത് കുറേ നേരം കാണത്തില്ല എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എങ്ങനെ ആയിരിക്കും എന്ന് അറിയത്തില്ല. പിന്നെന്താണ്, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കുകയാണ്. ഉച്ചയ്ക്ക് ലഞ്ച് സമയം കിട്ടുവാണെങ്കിൽ പുറത്തു പോയി കഴിക്കുക, അല്ലെങ്കിൽ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ ഇതുവരെ പച്ചക്കറികളൊന്നും വാങ്ങിച്ചിട്ടില്ല. മീൻസ് നല്ലൊരു കട ഇതുവരെ കിട്ടുന്നില്ല. ഇവിടെ അടുത്തുള്ള കടകളിൽ ഇവിടെ നടന്നു പോകുന്ന ഒരു 2 സ്റ്റെപ്പ് നടന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഒരുമാതിരി ഒരു സുഖം തോന്നുന്നില്ല. ഉള്ളിയും ഉരുളക്കിഴങ്ങ് സംഭവമൊക്കെ മാത്രമേ എനിക്ക് അങ്ങോട്ടൊരു കൊള്ളാവുന്നതായിട്ട് തോന്നുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളരിക്ക, കുമ്പളങ്ങ, പരിപ്പ്, പയറ്, കോവയ്ക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഒരു സുഖം തോന്നില്ല. എല്ലാം വാടിയിരിക്കുന്നു, വെണ്ടയ്ക്ക സംഭവങ്ങളൊക്കെ. പിന്നെയും ക്യാരറ്റും ബീട്രൂട്ടും ആണ് കൊള്ളാവുന്നത്. അതുകൊണ്ട് ഇന്നലെ ഞാൻ ബീട്രൂട്ട് അവിടെ നിന്ന് വാങ്ങിച്ച് തോരൻ വെച്ചു. ഇന്നും കുറച്ച് ബീട്രൂട്ടും കുറച്ച് ക്യാരറ്റും ആണ് ഇരിക്കുന്നത്. ഒന്നാമത് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ് അത് രണ്ടും ഇങ്ങനെ തോരൻ വെച്ച് കഴിക്കുന്നതൊന്നും. വല്ലപ്പോഴൊക്കെ ഞാനിങ്ങനെയൊക്കെ വെക്കത്തുള്ളൂ അത്. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്കൊന്ന് അങ്ങ് പുറത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് പോയി കടകളൊക്കെ കണ്ടുപിടിക്കാനുള്ള സമയം ഇതുവരെ ഇവിടെ വന്നതിന് ശേഷം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഒരാഴ്ചയാവുന്നു വന്നിട്ടും കിട്ടിയിട്ടില്ല. കാരണം ശ്രീഹരിക്ക് ഇതുവരെ ഫ്രീ ആകാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് പച്ചക്കറി വളരെ കുറവാണ് ഇരിക്കുന്നത്. ക്യാരറ്റും ബീട്രൂട്ടും മാത്രമേ ഉള്ളൂ. അപ്പം വിചാരിച്ചു രാവിലെ പുട്ടും കടലയും ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ എങ്ങാനും പോയി നല്ലൊരു പച്ചക്കറി കട കണ്ടുപിടിക്കാമെന്ന്. ഈ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന വഴിക്ക് ഒരു 3-4 പച്ചക്കറി കടയുണ്ട്. എനിക്കിതുവരെ ചീര കിട്ടിയിട്ടില്ല. ചീര വിൽക്കുന്ന ചേച്ചിമാരൊന്നും അവിടെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുന്ന വഴിക്കില്ല. മെയിൻ റോഡിൽ ഞാൻ ഇടയ്ക്ക് ഞങ്ങൾ പോയപ്പം കുറച്ചങ്ങോട്ട് മാറി കണ്ടായിരുന്നു. അത് ഇച്ചിരി ദൂരം എന്ന് വെച്ചാൽ കുറച്ച് മെയിൻ റോഡിലേക്ക് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനും അവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. മറ്റേടത്തെ പോലല്ല, മറ്റേടത്ത് അധികം തിരക്കില്ല. ഇവിടെ അങ്ങ് ഭയങ്കര തിരക്കാണ്. മെയിൻ റോഡിലും ഒക്കെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാനും നമുക്ക് തോന്നത്തില്ല. അതുകൊണ്ട് ഉച്ചക്കത്തെ ലഞ്ച് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് സമയം കിട്ടുമ്പോൾ പോയി വാങ്ങിക്കണം. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിന്ന് ശരിയാകത്തില്ല, അതും വേസ്റ്റ് ആവും. ചിലപ്പം കൊണ്ടുവരുന്ന പൊട്ട പച്ചക്കറിയൊക്കെ ആയിരിക്കും, പകുതി മുക്കാലും കേടൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ പച്ചക്കറി വാങ്ങിക്കുന്ന അങ്ങ് നിർത്തി. ബാക്കി ഗ്രോസറി വലിയ കുഴപ്പമില്ലാതെ വരും. പക്ഷെ പച്ചക്കറി നമുക്ക് പോയി നോക്കിയെടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഇന്ന് ഉച്ചയ്ക്ക് അപ്പം നമുക്ക് വലിയ പരിപാടിയൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ സിങ്കിൻ്റെ പൈപ്പ് ഈ കിച്ചൺ സിങ്കിൻ്റെ പൈപ്പ് നല്ല ഹൈറ്റിലാണ്. അപ്പോൾ എന്തോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് തുറന്നാൽ നമ്മൾ മുഴുവനും കുളിക്കും. എൻ്റെ മേത്ത് എല്ലാം ഇപ്പം തന്നെ വെള്ളം കാണും. ഞാനിപ്പം മുമ്പേ അവിടെ ഒന്ന് പുട്ടും കടലയ്ക്കും കടല വേവിക്കാൻ വേണ്ടി വെച്ചപ്പം ഒന്ന് കഴുകിയതാണ്. അതൊന്ന് മാറ്റണം. അത് മാറ്റാൻ വേണ്ടിയിട്ട് അർബൻ ഗ്ലാപ്പിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ എന്തെങ്കിലും പൈപ്പ് മാറ്റുകയല്ല, എൻ്റെ ഹൈറ്റ് എല്ലാ എക്സ്റ്റൻഷനോ എല്ലാം വെക്കുമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 10-11 മണിയാകുമ്പം അവർ വരും. അപ്പോഴത്തേനും കിച്ചണിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് തീർത്ത് വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ. അപ്പം നമുക്കിനി ബാക്കി പരിപാടിയിലേക്ക് പോകാം. പിന്നെ അത് ഞാൻ പിന്നെ പറയാം. അപ്പം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാം.
അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ വെട്ടം ഫീൽ ചെയ്യിക്കുന്നു. ഞാനൊരു ബൾബൊക്കെ വാങ്ങിച്ചിട്ടു വലുത് ഫീൽ ചെയ്യിക്കുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്താ പറയുന്നത്, ഇന്ന് ഞാൻ പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഞാൻ ഗരം മസാല ഇല്ലയെന്ന്. അപ്പം ഞാൻ ഇതുവരെ അത് ഉണ്ടാക്കിയില്ല. അപ്പം നമുക്ക് ഗരം മസാല ഉണ്ടാക്കിയിട്ട് നമുക്ക് കടലക്കറി ഉണ്ടാക്കാം. 1 മിനിറ്റ്. നമുക്ക് പുട്ടും കടലയും ഉണ്ടാക്കാം. ഞാൻ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. പുട്ടിന് പൊടി നനച്ച് വിലക്ക് മേടിക്കുന്ന പൊടിയാണല്ലോ, അതുകൊണ്ട് നനയ്ക്കാനൊന്നുമില്ല, ജസ്റ്റ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും അവിടെ ഇരിക്കട്ടെ. പ്രധാനമായ ഒരു കാര്യമില്ല, ഗരം മസാല ഇല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഞാനത് ഉണ്ടാക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അച്ചാർ മാത്രമേ ഇട്ടുള്ളൂ. ഇനി എനിക്ക് ഗരം മസാലയും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗരം മസാല അങ്ങ് ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ ഗരം മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അങ്ങനെ ഗരം മസാലയായിട്ട് എല്ലാം കൂടെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ എല്ലാം സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സെപ്പറേറ്റ് എല്ലാം വാങ്ങിച്ചിട്ട് അത് ചൂടാക്കി പൊടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കണക്കിന് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു. അപ്പം നമുക്ക് അത് റെഡിയാക്കി എടുത്താലോ. കുപ്പിയൊക്കെ കഴുകി ഉണക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് പെരുംജീരകത്തിൻ്റെ അളവാണ് കൂടുതൽ വേണ്ടത്. പെരുംജീരകം ഞാൻ ഏകദേശം ഒരു 100 ഗ്രാം. ഇത് വലിയ പെരുംജീരകമാണ്, കണ്ടോ. അപ്പം വലിയ ഇതായതുകൊണ്ട് 100 ഗ്രാം അത്ര എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ചെറുതാണെങ്കിൽ കറക്റ്റ് 100 ഗ്രാം എടുത്തോ, വലുതാണെങ്കിൽ നമുക്ക് അത്രയും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതങ്ങ് ഓഫ് ചെയ്യണേ. ഏകദേശം ഒരു 10-50 ഗ്രാം എടുത്താൽ മതി വലുതാണെങ്കിൽ. പട്ട, ഗ്രാമ്പു, ഏലക്ക കാര്യങ്ങളൊക്കെ ഒരു 20 ഗ്രാമിൻ്റെ. ഈ നമ്മുടെ പെരുംജീരകത്തിൻ്റെ 1/4 ഭാഗം വെച്ച് ബാക്കിയെല്ലാം ചേർക്കുക. അതാണ് അതിൻ്റെ ഒരു കണക്ക്. പെരുംജീരകം എത്രയാണോ എടുക്കുന്ന അതിൻ്റെ ഒരു 1/4 ഭാഗം വെച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർക്കുക. ഏലക്ക ഇപ്പം സ്റ്റൗ ഓഫ് ചെയ്ത് തന്നെ വെക്കണേ. ഗ്രാമ്പു ഒരു 2 തക്കോലം ചേർത്താൽ മതി, ഒത്തിരി വേണ്ട. ഒരു 2 തക്കോലം. ജാതിക്കയുടെ കുരുവാണ്, നട്ട്മഗ് എന്ന് പറയത്തില്ലേ, അതാണ് ഈ സാധനം. ഇതിൻ്റെ ഹാഫ് തന്നെ. ഇതിപ്പോൾ ചെറുതൊരെണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഹാഫ് വേണ്ട, ഒരു ഇത്രയും ഒരു വട്ടം മാത്രം ചേർത്താൽ മതി, കൂടുതലായി പോകല്. കണ്ടോ, ഈ ഇത്രയും ഭാഗം മാത്രം ചേർത്താൽ മതി, കൂടുതലായി പോകല് ആ ഒരു ഇത് വരല്ല, അതുകൊണ്ടാണ്. അപ്പം അതും കൂടെ ചേർത്ത് നമുക്കിനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പെരുംജീരകം ഒന്ന് പൊട്ടത്തില്ല, ആ ഒരു സൗണ്ട് കേൾക്കണം. ഒന്ന് പൊട്ടുന്ന സൗണ്ട് വന്നു തുടങ്ങി. അപ്പം ആ ഒരു പൊട്ടുന്ന സൗണ്ട് വരുമ്പോൾ നമുക്കങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇപ്പം എല്ലാം ഒന്ന് ചൂടായിട്ടുണ്ട്, മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ആറിയിട്ട് മാറ്റി വെച്ചിട്ടും കുറച്ചു നേരം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, ആ ഒരു നല്ല ചൂട് മാറുന്നിടം വരെ. കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ കിടക്കുന്നതേ അങ്ങ് കരിഞ്ഞു പോകും. ഞാൻ ഗരം മസാല ഇത് ഞാൻ പറഞ്ഞില്ലേ, അമ്മ ഈ ഒരു രീതിയിലായിരുന്നു പൊടിക്കുന്നത്. ഇത് തന്നെ പല രീതിയിൽ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഈ തക്കോലും ആ ഒരു നട്ട്മഗില്ല, നമ്മുടെ ജാതിക്കയുടെ കുരു, അതിടാതെയും ഒക്കെ. പക്ഷെ എനിക്ക് ഇതെല്ലാം കൂടെ ഇട്ടുള്ള ഒരു ഫ്ലേവറാണ് ഗരം മസാലയുടെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് ഇത്രയും ചേർത്തിടുന്ന ആ ഒരു ഫ്ലേവറിനാണ് കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിയിരിക്കുന്നത്. പിന്നെ എനിക്കിതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഗരം മസാല മാത്രം, ഈ ഒരു ഗരം മസാല മാത്രം ചേർത്താലും ചിക്കൻ കറിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ചിക്കൻ മസാല ചേർക്കണമെന്നില്ല. മിക്കവാറും ഞാൻ അങ്ങനെയാണ് ചിക്കൻ കറി വെക്കുന്നത്. ഇപ്പം ചിക്കൻ മസാല എന്താ പറയുന്നത്, ചേർക്കേണ്ട ആവശ്യം വലുതായിട്ടില്ല ഈ ഒരു ഗരം മസാല ഉണ്ടെങ്കിൽ. ഒന്നുമില്ല, ഇതിന്റെ കണക്കെന്ന് പറഞ്ഞാൽ പെരുംജീരകത്തിന്റെ എത്ര പെരുംജീരകം എടുക്കുന്നോ അതിന്റെ ഒരു 1/4 ഭാഗം വെച്ച്
അത് 3 എടുക്കുക. പിന്നെ ഞാൻ ഈ ഒരു കണക്കിനെ ചെയ്തിട്ടുള്ളൂ, കാരണം എൻ്റെ വീട്ടിൽ ഈ ഒരു കണക്കിനായിരുന്നു പൊടിച്ചു വെക്കുന്നത്. അപ്പോൾ അതാവുമ്പോൾ കുറച്ച് നാൾ ഗരം മസാല ആകുമ്പോൾ ഒരു ശക്കലം ഫ്ലേവർ പോരെ, നമ്മൾ മുളക് പൊടി ഒന്നും പൊടിക്കുന്ന പോലെ എടുക്കുന്ന പോലെ വേണ്ടല്ലോ. പിന്നെ നമ്മൾ കറികൾ കടലക്കറി വെക്കുമ്പം അല്ലെങ്കിൽ മസാലക്കറി വെക്കുമ്പോൾ ചിക്കൻ കറി വെക്കുമ്പോഴല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. എല്ലാ ദിവസത്തെ ഉച്ചക്കത്തെ ഊണിൻ്റെ ഒക്കെ കറികൾക്ക് നമുക്ക് ഗരം മസാലയുടെ ആവശ്യം നമ്മളെ സംബന്ധിച്ചില്ലല്ലോ. മീൻ കറിക്കകത്ത് വേണ്ട, പുളിശ്ശേരി, തോരൻ, മെഴുക്കുവരട്ടി ഇതിനകത്തൊന്നും വേണ്ട. അപ്പം ഈ ഒരു അളവിന് സാധാരണ ഒരു വീട്ടിൽ ഈ ഒരു അളവിന് പൊടിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാൾ ഉപയോഗിക്കും. അപ്പം ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിപ്പം ചൂട് കുറച്ച് നാറി കഴിയുമ്പം നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ട് നമുക്ക് കടലക്കറി ഉണ്ടാക്കാം. നല്ല ഡ്രൈ ആക്കി, മിക്സി ആണെങ്കിലും നല്ലപോലെ ഡ്രൈ ആയിട്ട് എടുക്കുന്നതായിരിക്കും ഇതിനൊക്കെ നല്ലത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. എന്നിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് ബാച്ചായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം, കാരണം ഓവർ ചിലപ്പം എല്ലാം കൂടെ പൊടിഞ്ഞില്ലെങ്കിലോ. എൻ്റെ ഗരം മസാലയുടെ റെസിപ്പി ഇതാണ്. എൻ്റെ ഗരം മസാല ദൈവമേ താഴെ പോവല്ലോ. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ആ ഒരു നിറത്തിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ആദ്യം ഇട്ടപ്പോൾ പെരുംജീരകം ആണ് ഏറ്റവും കൂടുതൽ വന്നത്, അതാണ് ആ ഒരു ലൈറ്റ് നിറം. ഇത് നല്ലൊരു കുപ്പിക്കകത്തിട്ട് വെക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ ഗരം മസാല. ആക്ച്വലി എൻ്റെ അല്ല, എൻ്റെ അമ്മയുടെ ഗരം മസാല ഈ ഒരു രീതിയിലൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കടലക്കറി ഉണ്ടാക്കണം. അതിൻ്റെ ഒന്നും റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല, കാരണം ഇഷ്ടംപോലെ പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. ഗരം മസാല ഞാൻ ഷോർട്സിൽ ഒരു പ്രാവശ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ തക്കോലവും നട്ട്ബഗും ഒന്നും ചേർത്തില്ല, കാരണം ചില സമയത്ത് ഞാൻ ചുമ്മാ അതില്ലാത്ത ഇത് തന്നെയൊക്കെ ആക്കി വെക്കും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ അത് തന്നെ ആക്കി വെക്കുന്നതിലും എനിക്കിഷ്ടം ആ ഒരു തക്കോലവും ചെറുതായിട്ട് അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരുന്നതാണ്. ആ നട്ട്ബഗിൻ്റെയും കൂടെ ഒരു ഫ്ലേവർ ചെറുതായിട്ട്, ഓവറാകല്ല. ഈ ജാതിക്കയുടെ കുരു അല്ലെങ്കിൽ ജാതിപത്രിക്കൊക്കെ ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് അതിൻ്റെ ഫ്ലേവർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിരിയാണി മസാലയുടെ ഫ്ലേവർ ആവും. നമ്മൾ ഈ ബിരിയാണി മസാലക്കകത്താണ് ജാതിപത്രി, തക്കോലം കാര്യങ്ങളൊക്കെ ഇടുന്നതെന്നാണ് കുറച്ചുകൂടെ അതിൻ്റെ ഫ്ലേവർ കൂടുതൽ വരുന്നതെന്നാണ് എൻ്റെ ഒരു ഇത്. ഞാൻ പക്ഷെ ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും ഒന്നും ഇടാറില്ല ജാതിപത്രിയൊക്കെ, വല്ലപ്പോഴും ഒക്കെ ഒരു ചെറിയ പീസ് ഇടാത്തുള്ളൂ. ബിരിയാണി മസാലക്കകത്താണെന്നാണ് എൻ്റെ ഒരു ഇത്. അതിൻ്റെ ഒരു ഗരം മസാലക്കകത്ത് മെയിനായിട്ടും പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം, നമ്മുടെ നാടൻ രീതിയിൽ. ഇവിടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മാറ്റമാണ് ഗരം മസാല. അതിനകത്ത് മറ്റേ സാദാ ജീരകം, എൻ്റെ വീട്ടിലൊന്നും സാദാ ജീരകം ഗരം മസാലക്കകത്ത് ഉപയോഗിക്കത്തില്ല, നമ്മുടെ ക്യുമിൻസിയുടെ ഇതിനകത്ത് ഉപയോഗിക്കത്തില്ല. പിന്നെ ബേ ലീഫൊന്നും അങ്ങനെ ഉപയോഗിക്കത്തില്ല. ബേ ലീഫൊക്കെ ജസ്റ്റ് നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പം ഇത് കടു വറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഹോൾ സ്പൈസസ് ഇട്ട് ആദ്യം ഒന്ന് മൂപ്പിക്കുമല്ലോ. അങ്ങനെ ചിക്കൻ കറി വെക്കുമ്പോൾ അങ്ങനെ വെക്കണം. ഹോൾ സ്പൈസസ് ഇട്ട് ആദ്യം ഒന്ന് മൂപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ ബേ ലീഫ് ഉണ്ടെങ്കിൽ ഇട്ടാൽ കുറച്ചുകൂടി ഒരു ഫ്ലേവറാണ്. അങ്ങനെ വെച്ച് ചിക്കൻ കറി വെക്കുന്നതും അല്ലാതെ വെച്ച് ചിക്കൻ കറി വെക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, അതിന് നമുക്ക് കടലക്കറിയും പുട്ടൊക്കെ വെക്കാം. ഞാൻ കൂടുതൽ സംസാരിച്ച് ഇതാക്കുന്നില്ല. ഒന്നുമില്ല, നമുക്ക് ഏത് സമയത്ത് വേണേലും ചേർക്കാം. കുറച്ച് ഗരം മസാലപ്പൊടി, അതിനകത്ത് സ്പൂണൊന്നും ഇട്ടില്ല. സ്പൂൺ എനിക്ക് കഴുകി തുടക്കണം. നോക്കേണ്ട കാര്യമില്ല, നമ്മളിപ്പോഴേ ചൂടാക്കിയതല്ലേ. ഇനി നമുക്ക്
എല്ലാം ആയല്ലോ. നമ്മുടെ കടലക്കറി ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഞാൻ അരയ്ക്കണോ, കുറച്ച് നമുക്ക് ഇത് തന്നെ അരയ്ക്കണോ? നമുക്ക് തേങ്ങ അരയ്ക്കണ്ട. നമുക്ക് ഈ കടലയും സബോളയും തക്കാളി എല്ലാം കൂടെ ഉള്ള ഒരു ഇതല്ലേ, അത് നമുക്ക് കുറച്ച് മാറ്റി വെച്ചേക്കാം, അല്ലെങ്കിൽ ഒത്തിരി ചൂടായിപ്പോ. അതിനകത്തുനിന്ന് ആ തക്കാളിയുടെ പീസൊക്കെ എടുക്കണേ. കുറച്ച് കടലയും സബോളയും തക്കാളിയും അത് നമുക്ക് അരച്ച് ചേർക്കാം. ഓൾറെഡി പൂത്തിനകത്ത് തേങ്ങ ഉണ്ടല്ലോ. ഒരു കൊഴുപ്പിന് നമ്മുടെ ഈ കറുത്ത കടലക്കറിക്ക് അത്ര കൊഴുപ്പ് വരത്തില്ല, അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഇനി ഇത് നല്ല അസലായിട്ടൊന്ന് തിളക്കട്ടെ, നമുക്ക് മാറ്റി വെച്ച് നല്ല രീതിയിലൊന്ന് തിളക്കട്ടെ. അപ്പൊ കടല തന്നെ അരക്കില്ല, ആ കടലക്കകത്തെ സബോളയും തക്കാളിയും എല്ലാം കൂടെ ചേർത്ത് അരക്കണേ. അപ്പോഴാണ് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പൊ ഈ കറുത്ത കടലക്കറിക്ക് ഒരു കൊഴുപ്പൊക്കെ കിട്ടും. ഹായ്, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പ്ലംബർ വന്നു. പക്ഷെ കാര്യമൊന്നും നടന്നില്ല, കാരണം ആ സിങ്കിൻ്റെ ടാപ്പിൻ്റെ അളവിനുള്ള എക്സ്റ്റൻഷനൊന്നും കിട്ടാത്തത് കൊണ്ട് അങ്ങനെ ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടിയില്ല. അങ്ങനെ ഈ വഴിക്കുള്ള കടകളിലൊക്കെ പോയി നോക്കി, ആ ഒരു അളവിനുള്ളത് കിട്ടിയില്ല. അതുകൊണ്ട് അങ്ങനെ ആമസോണിൽ ഒരെണ്ണം ഓർഡർ ചെയ്യാൻ തന്നിട്ടിട്ട് പോയി. പിന്നെ അങ്ങനെ ഇനിയിപ്പം ഫുഡ് വരും. ഞാൻ മേഘ്ന ബിരിയാണീസാണ് ഓർഡർ ചെയ്ത്. ബാംഗ്ലൂർ എപ്പോഴും ഭയങ്കര ഹൈപ്പുള്ള സംഭവമാണ്, പക്ഷെ എനിക്ക് ഹൈപ്പിനൊത്ത് അത്രയ്ക്കൊരു ടേസ്റ്റ് തോന്നിയിട്ടില്ല. എപ്പോഴും സാധാരണ നോർമൽ ആന്ധ്ര ബിരിയാണിയുടെ ടേസ്റ്റാണ് തോന്നിയിരിക്കുന്നത്. ഇന്ന് വരുമ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണെന്നറിയത്തില്ല. പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇനിയിപ്പം ഉച്ച കഴിഞ്ഞ് ഇപ്പം ഫുഡ് വരും, കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് ശ്രീഹരിയുടെ ഈ മീറ്റിംഗ് ഒക്കെ ഒന്ന് അവസാനിച്ചാൽ പുറത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പുറത്തു പോയി കടകളൊക്കെ കണ്ടുപിടിച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് ഒക്കെ വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു ചീര ചേച്ചി ഇതുവരെ ചീര ചേച്ചി പോയി. എനിക്ക് അവിടെ ഒരു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു ആ ജംഗ്ഷനിൽ. ആ പുള്ളിക്കാരിയുടെ അടുത്തുനിന്നായിരുന്നു ഞാൻ സ്ഥിരം ചീര വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിനി ഫുഡൊക്കെ കഴിക്കാൻ നേരത്തെ കാണാം. സൺസെറ്റായ സമയം 6 മണിയൊക്കെ ആകാറായി. ഇന്ന് ഞങ്ങൾ പുറത്തു പോകുമെന്ന് എനിക്ക് തോന്നുന്നേയില്ല. എന്ത് ചെയ്യാനാ, ഇന്നത്തെ ദിവസം ഒരു ശനിയാഴ്ചയായിട്ട് ഇന്നൊരു ശനിയാഴ്ചയുടെ ഫീലിങ്ങേ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ലൈറ്റ് ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ശനിയാഴ്ചയുടെ ഒരു ഫീലിംഗും ഇല്ലായിരുന്നു. ഞാൻ കുറച്ച് പിന്നെ ക്ലീനിങ് പരിപാടി ഞാൻ കുറച്ച് ചെയ്തു. അന്ന് ഞാൻ എടുത്തില്ല, എനിക്കൊരു മൂഡില്ലായിരുന്നു. ഞാൻ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്തായിരുന്നു അതിനിടയ്ക്ക്. ഉച്ച കഴിഞ്ഞിട്ട് ഫുഡ് കൊണ്ടുവന്നതും പ്രത്യേകിച്ച് ബിരിയാണി ആയിരുന്നു. വലിയൊരു അതിലും സത്യം പറഞ്ഞാൽ മേഘന ബിരിയാണീസിലും നല്ല ആന്ധ്ര ബിരിയാണീസ് വേറെ ബിരിയാണികൾ കിട്ടും ഇവിടെ. പക്ഷെ അതിനാണ് ഭയങ്കര ഹൈപ്പ്. എനിക്കെപ്പോഴും തോന്നുന്നത് അത് നല്ല ബിരിയാണികൾ വേറെ ആന്ധ്ര ബിരിയാണികൾ കിട്ടുമെന്നുള്ളത്. താഴെ പിള്ളേർ ഓടുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനിയും ഞാൻ പുറത്ത് പോവുകയാണെങ്കിൽ ഞാൻ എടുക്കും. രാത്രിയിൽ അങ്ങനെ കുക്കിങ്ങും വലുതായിട്ടൊന്നുമില്ല. കടലക്കറി ഇരിപ്പുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കിയാലൊന്ന് ആലോചിക്കുന്നു. ചപ്പാത്തിയും കടലക്കറിയും ആക്കാവുന്നു. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇനി കുക്കിങ്ങുകളൊന്നുമില്ല.
ഞാൻ ഡിന്നറിന് ഗോതമ്പ് ദോശ കഴിക്കാൻ തോന്നുന്നില്ല, ചപ്പാത്തി ഒട്ട് ഉണ്ടാക്കാനും വയ്യ. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ കല്ലിൽ ഇങ്ങനെ പരത്തി അടാന്ന് പറയുന്ന സംഭവമില്ല, ഇങ്ങനെ കുറച്ചുകൂടെ ചപ്പാത്തി മാവിനെക്കാട്ടിലും കൂടെ കുറച്ചുകൂടെ ലൂസാക്കിയിട്ട്, മറ്റേ ഓട്ടടയല്ല, അതുപോലെ തന്നെ കല്ലിൽ ഇങ്ങനെ പരത്തി എടുക്കുന്ന ആ സംഭവം ഉണ്ടാക്കാം. കടലക്കറിയുണ്ട്, കടലക്കറി കുറച്ചേ ഉള്ളൂ, അതും കടലക്കറിയും, അത് കുറച്ച് തേങ്ങയൊക്കെ തിരുവേണ്ടത്, തന്നെ തിന്നാനാണേലും നല്ലതാണ്. അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഒരു 1-2 തവണ, ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്ത് ഞാൻ ലോങ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതുണ്ടാക്കാം. ഇവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് അതുണ്ടാക്കാം. അതിൻ്റെ കൂട്ടത്തിൽ കടലക്കറി എടുക്കാം. ശ്രീഹരി ഓൾറെഡി മുട്ട കഴിച്ചാണ്, അപ്പം ഞാൻ ഇന്ന് മുട്ട കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ മുട്ട എടുക്കാം, കടലക്കറിയുടെ ശകലവും കൂടെ കൂട്ടി അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. എപ്പോഴും ഒന്നും ഉണ്ടാക്കത്തില്ല. എൻ്റെ വീട്ടിൽ ഇതിന് ഒരു ഓട്ടടയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇതങ്ങനെ ഉണ്ടാക്കാറില്ലായിരുന്നു. ഈ സമയം കല്ലിൽ ഇങ്ങനെ പരത്തി, മിക്കവാറും ഇലയിൽ പരത്തി നമ്മൾ ഓട്ടടയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് കണ്ട് ചുമ്മാ ചപ്പാത്തി ഉണ്ടാക്കാൻ മടിയുള്ള ദിവസവും ഗോതമ്പ് ദോശ ഉണ്ടാക്കാനുള്ള ഒരു ഇതില്ലാത്ത ദിവസങ്ങളിലും ഉള്ള എൻ്റെ ഒരു പരിപാടിയാണ് ഈ ഒരു സംഭവം. ഇതെപ്പോഴും നല്ല മസാലയുള്ള കറി. ചുമ്മാ ഇതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് തിന്നാനും നല്ല ടേസ്റ്റാണ്. ചുമ്മാ ഇപ്പം ചായയുടെ കൂടെയും ഒരു സ്നാക്കായിട്ട് തിന്നാനും നല്ലതാണ്. പക്ഷേ ഇത് ഇങ്ങനെ മസാലക്കറി, മുട്ടക്കറി, ചിക്കൻ കറി, കടലക്കറി, അതിൻ്റെ കൂടെ ഒക്കെ ഇത് പോകും. മസാലക്കറികളുടെ കൂടെ ഇത് നല്ലപോലെ പോകും. കിഴങ്ങ് കറി ഇതിൻ്റെ കൂടെയൊക്കെ. അല്ലെങ്കിൽ ഇതിങ്ങനെ ചായയുടെ കൂടെ ഇതും ചായയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചുമ്മാ ഇതും ചായ മാത്രം കഴിക്കാനും ടേസ്റ്റാണ്. പിന്നെ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇപ്പം ഞാൻ നെയ്യ് ഒഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇങ്ങനെ വെതറി, ഒരു പഞ്ചസാര ഇങ്ങനെ കാരമലൈസ് ആയി വരുമല്ലോ അതിങ്ങനെ വെതറുമ്പോൾ, അതും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഇങ്ങനെ പഞ്ചസാര വെതറി. ഇപ്പം അത് ഞാൻ നേരത്തെ കുറച്ച് നാൾ മുമ്പൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ എടുക്കാറില്ല, പഞ്ചസാര അങ്ങനെ കഴിക്കാത്തതും. പഞ്ചസാര ഇപ്പം ഉള്ള ഒരേ ഒരു ഇതെന്ന് പറയാൻ ഇപ്പം ഒരു 1-1.5 ആഴ്ചയായിട്ട് മധുരം കുറയ്ക്കുന്നു എന്നുള്ള ഒരു ഡയറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ എക്സർസൈസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അതുപോലെ പണിയെടുക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് നല്ലപോലെ ദേഹം അനങ്ങുന്നുണ്ട്, തൂപ്പും തോടയും ബഹളമായിട്ട്. അപ്പം ഞാനിത് എല്ലാം ഉണ്ടാക്കിയിട്ട് ഈ വീഡിയോ ഞാൻ ക്ലിപ്പ് എടുത്തില്ല, അതിൻ്റെ ബാക്കിയൊന്നും എടുത്തില്ല എന്നുള്ളത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആക്ച്വലി അന്നത്തെ ദിവസം ശനിയാഴ്ച ഞങ്ങൾക്ക് പുറത്ത് ഒത്തിരി പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും നടന്നില്ല എന്നുള്ളതാണ് സത്യം. സ്ത്രീക്ക് അന്നത്തെ ദിവസം ഫുൾ മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇതിന് പുറത്തേക്കേ ഇറങ്ങിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ആ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ അങ്ങ് അവസാനിച്ചു. പിന്നെന്താ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.